നാല് ചുറ്റിനും കടൽ. ഇവിടെ ഈ ഒരു ഐലൻഡ് ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയത് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇവിടെയുള്ള ഈ ഒരു ഒറ്റപ്പെടലും ഏകാന്തതയൊക്കെയാണെന്നുള്ളത്. പിന്നെ പണ്ടാരോ പറഞ്ഞതുപോലെ നമ്മളുടെ സന്തോഷത്തിൻ്റെ താക്കോല് നമ്മളുടെ കയ്യിലല്ലേ, അതങ്ങ് കണ്ടെത്തുക. അതിൻ്റെ വകമായിട്ടാണ് കേട്ടോ ഓരോ യാത്രയും. അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് അവിടെ നിൽക്കുന്നതെന്നുള്ളത്. ഇവിടെ എന്നെ പിടിച്ചു നിർത്തുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് എൻ്റെ ജോലിയാണ്. അതങ്ങ് വിട്ട് കളയാൻ പറ്റില്ലല്ലോ. ഇന്ന് ഞാൻ കണ്ടിത്തിമ വരെ പോവാണ് കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടിത്തിമിനെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ ഐലൻഡിന് തൊട്ട് പിറകിലാണ് ഈ ഒരു കണ്ടിത്തീം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു രാവിലെ. കഴിഞ്ഞ യാത്രയിൽ ഞാൻ RTLനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയെങ്കിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ദേ ആ വരുന്ന ധോണി ഫെറിയാണ് കേട്ടോ. ഇന്ന് ഇതിലാണ് ഞാൻ കണ്ടിത്തീമിലോട്ട് പോകുന്നത്. പണ്ട് RTLൊക്കെ വരുന്നതിന് മുമ്പ് ഐലൻഡിലുള്ള ആൾക്കാർ കൂടുതലായിട്ടും യാത്രയ്ക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ധോണി ഫെറിയാണ് കേട്ടോ. എന്നാൽ RTL വന്നതോടുകൂടി ഇന്ന് ചരക്കുകൾ കൊണ്ടുപോകാനും പിന്നെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ധോണി ഫെറി ഉപയോഗിക്കാറുള്ളൂ. ആ ചുരുക്കം ചില ആൾക്കാരിൽ ഞങ്ങളും ഉൾപ്പെടും കേട്ടോ. കാരണം RTLനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് വളരെ കുറവാണ്. ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ചിരുന്നു കേട്ടോ. നമ്മുടെ പഴയ KSRTC ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സീറ്റുകളാണ് ഈ ഒരു ധോണി ഫെറിക്കുള്ളത്. ആൾക്കാർ നല്ല കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. ആഴ്ചയിൽ ഓരോ ദിവസവും ഓരോ ഐലൻഡിലോട്ടാണ് ഈ ഒരു ധോണി ഫെറി യാത്ര ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ കൂടുതലും ഗുഡ്സാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. RTLന് 45 മിനിറ്റിൽ പോകേണ്ട സ്ഥലങ്ങൾ ഈ ഒരു ധോണി ഫെറിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ 2-2.5 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ സൂപ്പറാണേ. ഇവിടുന്ന് കണ്ടിത്തീം വരെ ഏകദേശം 25 മിനിറ്റോളം യാത്രയുണ്ട്. ഞങ്ങൾ 3 പേർക്കും സിക്നസ് ഉള്ളതാണ്. എന്തായാലും നമ്മൾ കയറിയൊക്കെ ഇരുന്നു കേട്ടോ. വണ്ടി അവിടുന്ന് മൂവ് ചെയ്തിട്ടുണ്ടേ. നമുക്കിനി കണ്ടിത്തീമിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ കണ്ടിത്തീമിലെത്തിയിട്ടോ. രാവിലെ പെയ്ത മഴയുടെ വെള്ളമൊക്കെ ഐലൻഡിൽ ഇങ്ങനെ തളം കെട്ടി കിടക്കുന്നുണ്ട്. ഐലൻഡിലെ മിക്ക റോഡുകളും ഇങ്ങനെയൊക്കെയാണ്. ടാറിങ് അല്ലാത്തതുകൊണ്ട് തന്നെ മഴയൊക്കെ വരുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇവിടെ. ഞങ്ങളെ കൂട്ടാൻ വേണ്ടി ഞങ്ങളുടെ സുഹൃത്ത് ഹാർബറിൽ വന്ന് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കണ്ടിത്തീമിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എക്സൈറ്റഡ് ആണ്. കാരണം ഞങ്ങളുടെ ഐലൻഡിനേക്കാളും വലുതാണ് ഈ ഒരു ഐലൻഡ് എന്ന് പറയുന്നത്. പോപ്പുലേഷനോ അതിനേക്കാളും കൂടുതലും. നമ്മൾ അവളുടെ വീട്ടിലെത്തി കുട്ടികളൊക്കെ ആയിട്ട് കളിക്കാൻ വേണ്ടി തുടങ്ങിട്ടോ. ഉണ്ണി ആദ്യമായിട്ടാണ് അവരെ കാണുന്നതെങ്കിലും കുട്ടികൾക്കിടയിൽ ആ ഒരു വേർതിരിവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ പെട്ടെന്ന് തന്നെ കമ്പനിയായി. പിന്നെ ഞങ്ങളും കുറച്ചു നേരം കുട്ടികളുടെ കൂടെ കളിക്കാൻ വേണ്ടി തുടങ്ങി. അവിടെ എത്തിയപ്പോൾ തൊട്ട് സ്വന്തം വീട്ടിൽ പോയൊരു പ്രതീതിയായിരുന്നു കേട്ടോ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മൾ നാടും വീടൊക്കെ വിട്ട് വേറൊരു സ്ഥലത്ത് വരുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്തുന്നത് നല്ല സൗഹൃദങ്ങളാണെന്നുള്ളത്. ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണേ. രാവിലത്തെ മഴയൊക്കെ മാറി അന്തരീക്ഷം കുറച്ച് ചൂടൊക്കെ പിടിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എൻ്റെ മേക്കപ്പ് ഒക്കെ ഒലിച്ചു പോയി. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഐലൻഡ് കാണാൻ വേണ്ടി ഇറങ്ങുന്നതാണ് കേട്ടോ. കുട്ടികളവിടെ കളിക്കുകയാണേ. 3 പേരും നല്ല കൂട്ടായി. ഇവിടെ നമ്മള് ഐലൻഡില് കൂടുതലായിട്ടും യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള കുട്ടി സൈക്കിളുകളും സ്കൂട്ടറുകളുമാണ് കേട്ടോ. ഉണ്ണിക്ക് എനിക്ക് ഇതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. നാട്ടിലുണ്ടാവുമ്പോൾ കാറിലും സ്കൂട്ടിയിലൊക്കെ അവളെ കൊണ്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അവൾക്ക് ഇതൊക്കെ പുതിയതായിരുന്നു. അവൾക്ക് മാത്രമല്ല എനിക്കും. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ധൈര്യമായിട്ട് കേൾക്കോ, എവിടെ വീണാലും ഒന്നും സംഭവിക്കില്ല. അല്ല അത് പറയാൻ കാരണമുണ്ട്. നാട്ടിലുണ്ടാവുമ്പോ സ്കൂട്ടിയിൽ അവളെയും കയറ്റി ഞാൻ റോട്ടിൽ പോയിട്ട് വീണിട്ടുണ്ട്. അതിൽ പിന്നെ അവൾക്ക് അമ്മയെ ഒട്ടും വിശ്വാസം ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും അവളും ഞാനും ഈ ഒരു റൈഡ് നന്നായി എൻജോയ് ചെയ്തു. അതിനുശേഷം വീട്ടിലോട്ട് നമുക്കിവിടുന്ന് 4:30ക്കാണ് ഞങ്ങളുടെ ഐലൻഡിലോട്ടുള്ള ധോണി എന്ന് പറയുന്നത്. സമയമായപ്പോ ഞങ്ങൾ നേരെ ഹാർബറിലേക്ക് വിട്ടു കേട്ടോ. പക്ഷെ ഞങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട് ധോണി ഫെറി എവിടെയോ സ്റ്റക്കായി. ഇനി നമുക്ക് RTLാണുള്ളത്. RTLന് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ലാസ്റ്റ് മിനിറ്റിൽ ചടപടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു കേട്ടോ. ഇന്ന് നമുക്ക് RTLന്റെ വെയിറ്റ് ചെയ്യാം. RTL കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഐലൻഡിലോട്ട് പോകാൻ വേറെ വണ്ടിയൊന്നും കിട്ടില്ല. അങ്ങനെ RTL വന്നോട്ടോ. അങ്ങനെ എന്റെ പ്രിയ കൂട്ടുകാരിയോട് യാത്ര പറഞ്ഞ് ഞാൻ വീണ്ടും ഞങ്ങളുടെ ഐലൻഡിലോട്ട് തിരിച്ചു പോവാണേ. RTLനെ കുറിച്ച് വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. കഴിഞ്ഞൊരു വീഡിയോയിൽ വിശദമായി ഞാൻ RTLനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 10 മിനിറ്റ് കൂടുതൽ മാൽദീവിയൻ വിശേഷങ്ങൾക്കായി എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളൂ കേട്ടോ. അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.